സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 16 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 4, ഷോർട്ട് ലിസ്റ്റ് 10, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1, KAS നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് റിസർച്ച് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 241/2023. അടുത്ത റാങ്ക് ലിസ്റ്റ് വയനാട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 304/2023. അടുത്ത റാങ്ക് ലിസ്റ്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നഴ്സറി ടീച്ചർ കാറ്റഗറി നമ്പർ 298/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് വയനാട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 503/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 67.67. ലിസ്റ്റിലാകെ 720 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 339 പേർ മെയിൻ ലിസ്റ്റിലും 364 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ 129/2024. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 129/2024 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടതും പ്രമാണ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒറ്റത്തവണ പ്രമാണ പരിശോധന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് 6/3/2025, 7/3/2025 എന്നീ തീയതികളിൽ രാവിലെ 10:30 മുതൽ നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം അസൽ പ്രമാണങ്ങളുമായി ആസ്ഥാന ഓഫീസിൽ ഹാജരായി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. വയനാട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 504/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നഴ്സറി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 710/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 53 ആണ്. ലിസ്റ്റിലാകെ 58 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലും 47 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 504/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 503/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 69.33. ലിസ്റ്റിലാകെ 1667 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 811 പേർ മെയിൻ ലിസ്റ്റിലും 825 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 200/2024. അടുത്ത ഷോർട്ട് ലിസ്റ്റും കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഓറൽ പതോളജി ആൻഡ് മൈക്രോബയോളജി കാറ്റഗറി നമ്പർ 292/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 69 ആണ്. ലിസ്റ്റിലാകെ 44 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 34 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലേക്ക് സോഷ്യൽ ജസ്റ്റിസ്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാട്രൺ ഗ്രേഡ് ഫസ്റ്റ് കാറ്റഗറി നമ്പർ 722/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 66.67. ലിസ്റ്റിലാകെ 65 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 55 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്.
പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 504/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 503/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 58.33. ലിസ്റ്റിലാകെ 1147 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 552 പേർ മെയിൻ ലിസ്റ്റിലും 571 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS 2025. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS 2025 വിജ്ഞാപനം മാർച്ച് 7-ന്, റാങ്ക് ലിസ്റ്റ് 2026 ഫെബ്രുവരി 16-ന് പ്രസിദ്ധീകരിക്കും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായി 2025 മാർച്ച് 7-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. KAS തിരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ 2025 ജൂൺ 14-ന് നടത്തും. 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ 2025 ഒക്ടോബർ 17, 18 എന്നീ തീയതികളിൽ നടത്തുന്നതാണ്. 2026 ജനുവരിയിൽ അഭിമുഖം പൂർത്തിയാക്കി ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാപന പ്രകാരം പ്രസിദ്ധീകരിക്കുന്നതാണ്. കഴിഞ്ഞ തവണത്തെ KAS തിരഞ്ഞെടുപ്പിൻ്റെ സിലബസാണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ്, കന്നഡ പരിഭാഷയും ലഭ്യമാക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ഇടുക്കി ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ. കാറ്റഗറി നമ്പർ 700. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ഇടുക്കി ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ. കാറ്റഗറി നമ്പർ 307/2023. അറിയിപ്പ്. കേരള പോലീസ് വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. കാറ്റഗറി നമ്പർ 416/2023. പ്രാക്ടിക്കൽ ടെസ്റ്റ് ഡ്രൈവിംഗ് 4/3/2025, 5/3/2025, 6/3/2025, 7/3/2025, 10/3/2025, 11/3/2025 എന്നീ തീയതികളിലായി വിവിധ ജില്ലകളിൽ വച്ച് നടത്തുന്നു. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. കാറ്റഗറി നമ്പർ 416/2023. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സ് സർവീസ്മെൻ. കാറ്റഗറി നമ്പർ 583/2023 എന്നീ തസ്തികകളിൽ രണ്ടിലും ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സ് സർവീസ്മാൻ കാറ്റഗറി നമ്പർ 583/2023 എന്ന തസ്തികയുടെ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ മാത്രം പങ്കെടുക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രൊഫൈലിൽ ലഭ്യമാണ്. അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തവർ ആസ്ഥാന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471254640. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കോട്ടയം ജില്ലയിലേക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്. കാറ്റഗറി നമ്പർ 713/2022. കോഴിക്കോട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST. കോഴിക്കോട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ആൻഡ് ST ഓൺലി.
കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്. കോഴിക്കോട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. മലപ്പുറം ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ്മെൻ ഉള്ളി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ പഞ്ചകർമ്മ. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. കാറ്റഗറി നമ്പർ 325/2020. കൊല്ലം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി. കൊല്ലം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA SCCC വിഭാഗക്കാർക്കായി. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്. കോഴിക്കോട് ജില്ലയിലേക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് എന്നിവിടങ്ങളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LMV. കാറ്റഗറി നമ്പർ 390/2018. കൊല്ലം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA ധീവര വിഭാഗക്കാർക്കായി. പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്നും കാംകോയിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ഇടുക്കി ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് സെക്കൻഡ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.